ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ പാർട്ടാണ് ഇഞ്ചക്ഷൻ. ഇത് കോൺട്രാക്ട് ലോയിലെ പാർട്ടാണ് ഇഞ്ചക്ഷൻ. സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 ആണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞാൽ ലോ ആളുകളുടെ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പല റെമഡീസ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ എല്ലാ സിറ്റുവേഷൻസിലും ഡാമേജസ്, മണി കോമ്പൻസേഷൻ മാത്രം തടയില്ല. ഒരു വ്യക്തിയുടെ തെറ്റായ പ്രവൃത്തി കണ്ടിന്യൂസ് ഇഞ്ചുറി അല്ലെങ്കിൽ ഇർറിപ്പയറബിൾ ഇഞ്ചുറി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കോർട്ട് ആ പ്രവൃത്തി ഇഞ്ചക്ഷൻ വഴി തടയും. ഇഞ്ചക്ഷൻ സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവെൻറ്റ് റെമഡിയാണ്. അതിൻ്റെ മെയിൻ ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ കൂടുതൽ ഹാം വരുന്നതിന് മുൻപേ മുൻപ് അത് തടയുക എന്നാണ് പറയുന്നത്. കോമൺലി യൂസ് ചെയ്താണ് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ്, കോൺട്രാക്ട് കേസസ്, എൻവയോൺമെൻറ്റൽ കേസസ്, സിവിൽ ഡിസ്പ്യൂട്ട്സ്. ഇത് സെക്ഷൻ 36 തുടങ്ങി 42 വരെയുള്ളതാണ് ഇഞ്ചക്ഷനെ കുറിച്ച് പ്രൊവിഷൻസ്. ഇനിയാണ് മീനിങ് ഓഫ് ഇഞ്ചക്ഷൻ. മീനിങ് ഓഫ് ഇഞ്ചക്ഷനിൽ പറയുന്നതാണ് ഇഞ്ചക്ഷൻ എന്നാൽ കോർട്ട് നൽകുന്നൊരു ഓർഡറാണ്. കോർട്ട് ഒരാളോട് പറയാം ഒരു പ്രവൃത്തി ചെയ്യരുത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യണമെന്ന്. അപ്പോൾ സെക്ഷൻ 36 പ്രകാരം പ്രിവെൻറ്റീവ് റിലീഫ് ഇഞ്ചക്ഷൻ വഴി ആണ് നൽകുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫ്യൂച്ചർ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുക, പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുക, സ്റ്റാറ്റസ് ഇപ്പോഴുള്ള അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക. ഇഞ്ചക്ഷൻ ഒരു ഇക്വിറ്റബിൾ റെമഡി ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കോർട്ട് ജസ്റ്റിസും ഫെയർനെസ്സും ഉണ്ടെങ്കിൽ മാത്രം ഇത് ഗ്രാൻഡ് ചെയ്യും. അടുത്താണ് കൈൻഡ് ഓഫ് ഇഞ്ചക്ഷൻ. കൈൻഡ് ഓഫ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ഇൻട്രീം ഇഞ്ചക്ഷൻ. ആദ്യമാണ് ടെമ്പററി അല്ലെങ്കിൽ ഇൻട്രീം ഇഞ്ചക്ഷൻ. സെക്ഷൻ 31 ക്ലോസ് 1 പറയുന്നത് ടെമ്പററി ഇൻട്രീം ഇഞ്ചക്ഷൻ എന്നാൽ കുറച്ച് ടെമ്പററി സമയത്ത് അല്ലെങ്കിൽ കേസ് തീരുന്നത് വരെ കോർട്ട് നൽകുന്ന ഓർഡറാണ്. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസിൻ്റെയും റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും എക്സിസ്റ്റിംഗ് സിറ്റുവേഷനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ്. കോർട്ട് ഇത് ഗ്രാൻഡ് ചെയ്യുന്നത് പ്രൈം ഫാസി കേസിൽ ഉണ്ടെങ്കിൽ, ബാലൻസ് ഓഫ് കൺവെൻഷൻ പ്ലെയിൻറ്റിഫിൻ്റെ ഫേവറിന് ആണെങ്കിൽ ഇറിപ്പേസിബിൾ ഇഞ്ചുറി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ കോർട്ട് ഇത് ഗ്രാൻഡ് ചെയ്യുന്നത് പ്രൈം ഫേസി കേസ്, ബാലൻസ് ഓഫ് കൺവീനിയൻസ് പ്ലെയിൻറ്റിഫിൻ്റെ ഫേവറിലാണെങ്കിൽ, പിന്നെ ഇറിപ്പയറബിൾ ഇഞ്ചുറി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ. എക്സാമ്പിൾ, 2 പേര് ഒരു ലാൻഡിൻ്റെ ഓണർ ആണെന്ന് ക്ലെയിം ചെയ്യുന്നു. കോർട്ട് പറയുന്നു കേസ് തീരുന്നത് വേറെ കൺസ്ട്രക്ഷൻ പാടില്ല എന്ന്. ഇതാണ് എക്സാമ്പിൾ. ഇനി പെർപ്പച്വൽ ഓർ പെർമനൻറ്റ് ഇഞ്ചക്ഷൻ. പെർപ്പച്വൽ ഓർ പെർമനൻറ്റ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 37 ക്ലോസ് 2 ആൻഡ് 38 ആണ്. ഇതിൽ പറയുന്നത് വെച്ചാൽ പെർപ്പച്വൽ പെർമനൻറ്റ് ഇഞ്ചക്ഷൻ എന്നാൽ കേസ് കഴിഞ്ഞ് കോർട്ട് നൽകുന്ന ഫൈനൽ ഓർഡറാണ്. ഇത് ഒരാളെ പെർമനൻ്റ്ലി തെറ്റായി പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് തടയും. പ്ലെയിൻറ്റിഫിൻ്റെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയോ ത്രെട്ടൺ ചെയ്യുകയോ ചെയ്യുമ്പോൾ കോർട്ട് ഇത് ഗ്രാൻഡ് ചെയ്യും. ഒരു എക്സാമ്പിളാണ് ഒരു നെയ്ബർ വീണ്ടും മറ്റൊരാളുടെ ലാൻഡിൽ ട്രെസ്പാസ് ചെയ്യുകയാണെങ്കിൽ കോർട്ട് ടെമ്പററിലി ആയിട്ട് തടയും. മൂന്നാമത്തെയാണ് മാൻഡേറ്ററി ഇഞ്ചക്ഷൻ. മാൻഡേറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 39 ആണ്. അതിൽ പറയുന്നത് വെച്ചാൽ മാൻഡേറ്ററി ഇഞ്ചക്ഷൻ എന്നാൽ കോർട്ട് ഒരാളുടെ ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ഓർഡർ ചെയ്യുന്നതാണ്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ പൊസിഷൻ റീസ്റ്റോർ ചെയ്യുകയാണ്. അത് പ്രിവെൻറ്റ് ചെയ്യുന്നതല്ല. പോസിറ്റീവ് ആക്ഷൻ ചെയ്യാൻ നിർബന്ധിക്കുന്നത് ആണ് ഗ്രാൻഡ് ചെയ്യുന്നത്. ഡാമേജസ് മാത്രം മതിയാകുമ്പോൾ കോർട്ട് ഒറിജിനൽ പൊസിഷൻ റീസ്റ്റോർ ചെയ്യണം. റിക്യൂർ ചെയ്യുമ്പോൾ ജസ്റ്റിസ് ഒറിജിനൽ പൊസിഷൻ റീസ്റ്റോർ ചെയ്യണമെന്ന് റിക്യൂർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ എക്സാമ്പിളാണ് കോർട്ട് ഗ്രാൻഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജസ് മാത്രം മതിയാകുമ്പോൾ കോർട്ടിന് ഒറിജിനലായിട്ട് അത് റീസ്റ്റോർ ചെയ്യണം എന്ന് റിക്യൂർ ചെയ്യും. എക്സാമ്പിളാണ് ഒരാൾ മറ്റൊരാളുടെ വഴി ബ്ലോക്ക് ചെയ്ത് കോർട്ട് പറഞ്ഞ് ബ്ലോക്ക് റിമൂവ് ചെയ്യണമെന്ന്. ഇതാണ് എക്സാമ്പിൾ. ഇനി അടുത്താണ് പ്രോഹിബിറ്ററി ഇഞ്ചക്ഷൻ. പ്രോഹിബിറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 38 ആൻഡ് 41 ആണ്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോഹിബിറ്ററി ഇഞ്ചക്ഷൻ എന്നാൽ കോർട്ട് ഒരാളുടെ ഒരു പ്രവൃത്തി ചെയ്യരുത് എന്ന് ഓർഡർ ചെയ്യുന്നതാണ്. അതിൻ്റെ എയിം ഫ്യൂച്ചർ ഹാം പ്രിവെൻറ്റ് ചെയ്യുകയാണ്.
ഇത് പ്രിവെൻറ്റീവ് നേച്ചറാണ് നൽകുന്നത്. എക്സാമ്പിളാണ് കോർട്ട് ഓർഡർ ചെയ്യാണ് മരം മുറിക്കുന്നത്, ലാൻഡ് ട്രെസ്പാസ് ചെയ്യുന്നത്, പിന്നെ പൊസഷൻ ഇൻ്റർഫിയർ ചെയ്യുന്നത്, ഇതൊക്കെ. സെക്ഷൻ 44 കേസസ് വെർ ഇഞ്ചക്ഷൻ ഈസ് റിഫ്യൂസ്ഡ്. സെക്ഷൻ 41 പറയുന്നതാണ്. അതായത് 41 പ്രകാരം ചില സിറ്റുവേഷൻസിൽ കോർട്ട് ഇഞ്ചക്ഷൻ ഗ്രാൻഡ് ചെയ്യില്ല. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ ലെജിസ്ലേറ്റീവ് പ്രൊസീഡിങ്സ് സെക്ഷൻ 41 പ്രകാരം ചില സിറ്റുവേഷൻസ് കോർട്ട് ഇഞ്ചക്ഷൻ ഗ്രാൻഡ് ചെയ്യില്ല. ക്രിമിനൽ പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യാൻ, ലെജിസ്ലേച്ചറിൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ, പബ്ലിക് ഡ്യൂട്ടി ഇൻ്റർഫിയർ ചെയ്യാൻ വേറെ എഫക്റ്റീവ് റെമഡി അവൈലബിൾ ആണ്. ഇതിൻ്റെ മെയിൻ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ മിസ്യൂസ് ചെയ്യുന്നത് തടയുകയാണ്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഹിബിറ്ററി ആൻഡ് മാൻഡേറ്ററി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഹിബിറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ് കോർട്ട് ഓർഡർ ചെയ്യുന്നത്, ഫ്യൂച്ചർ ഹാം പ്രിവെൻറ്റ് ചെയ്യുന്നു. എക്സാമ്പിളാണ് ലാൻഡിൽ കെയർ എടുത്തെന്ന് ട്രസ്പാസ് എടുത്തെന്ന് പറയുന്നത്. മാൻഡേറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ദ ലീഗൽ, ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് കോർട്ട് ഓർഡർ ചെയ്യുന്നു, ഒറിജിനൽ പൊസിഷൻ റീസ്റ്റോർ ചെയ്യുന്നു. ഇത് ഇല്ലീഗൽ വോളിനെ റിമൂവ് ചെയ്യുകയാണ് എക്സാമ്പിൾ. ലാൻഡ്മാർക്ക് കേസാണ് ദോറാബ് കൗസ്വാജി വാർഡൻ വേഴ്സസ് കൂമി സോറാബ് വാർഡൻ 1990 കേസാണ്. സുപ്രീം കോർട്ട് പറഞ്ഞു മാൻഡേറ്ററി ഇഞ്ചക്ഷൻ ഒരു എക്സ്ട്രാ ഓർഡിനറി റെമഡി ആണ് ഗ്രാൻഡ് ചെയ്യാനായിട്ട്. സ്ട്രോങ് പ്രൈം ഫാസി കേസ്, ബാലൻസ് ഓഫ് കൺവീനിയൻസ്, ഇർറിപ്പയറബിൾ ഇഞ്ചുറി ഉണ്ടായിരിക്കണം. പിന്നെ അമേരിക്കൻ സൈനാമിഡ് കമ്പനി വേഴ്സസ് എത്തിക്കോൺ ലിമിറ്റഡ്, ഇത് 1975 കേസാണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ടെമ്പററി ഇഞ്ചക്ഷൻ ഗ്രാൻഡ് ചെയ്യാനുള്ള പ്രിൻസിപ്പൾസ് എക്സ്പ്ലെയിൻ ചെയ്ത് കോർട്ട് നോക്കുന്നത് സീരിയസ് ഇഷ്യൂസ് ഉണ്ടോ, ബാലൻസ് ഓഫ് കൺവീനിയൻസ്, ഇർറിപ്പയറബിൾ ഹാം ഇതൊക്കെ ഉണ്ടോയെന്നാണ്. പിന്നെ ഗുജറാത്ത് ബോട്ട്ലിംഗ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് കൊക്കക്കോള കമ്പനി 1995. ഇതിൽ പറഞ്ഞത് സുപ്രീം കോർട്ട് പറഞ്ഞു ഇഞ്ചക്ഷൻ ഒരു ഡിസ്ക്രിയേഷണൽ റെമഡിയാണ്. കോർട്ട് ഇത് ഗ്രാൻഡ് ചെയ്യുന്നത് ജസ്റ്റിസ്, എക്വിറ്റി, ഗുഡ് കൺസേൺസ് എന്ന പ്രിൻസിപ്പൾസ് അടിസ്ഥാനമാക്കിയാണ്. കൺക്ലൂഡ് ചെയ്യുമ്പം ഇഞ്ചക്ഷൻ സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവെൻഷൻ റെമഡിയാണ്. പിന്നെ ഡാമേജസ് മാത്രം മതിയാക്കാത്ത സിറ്റുവേഷനിൽ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇഞ്ചക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ ടൈപ്സ് ആൻഡ് ടെമ്പററി ഇഞ്ചക്ഷൻ സെക്ഷൻ 37 ക്ലോസ് 1, പെർപ്പച്വൽ ഇഞ്ചക്ഷൻ 37 ക്ലോസ് 2 ആൻഡ് 38, പിന്നെ മാൻഡേറ്ററി ഇഞ്ചക്ഷൻ 39, പിന്നെ പ്രോഹിബിറ്ററി ഇഞ്ചക്ഷൻ 38 ആൻഡ് 41. ഇത് കോർട്ട് ജസ്റ്റിസ്, ഇക്വിറ്റി, ഫെയർനെസ് എന്ന പ്രിൻസിപ്പൾസിനെ അടിസ്ഥാനമാക്കി ഇഞ്ചക്ഷൻ ഗ്രാൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഇഞ്ചക്ഷൻ ലീഗൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും തെറ്റായ പ്രവർത്തികളെ തടയാനും നീതി ഉറപ്പാക്കാനും വളരെ പ്രധാനപ്പെട്ട റെമഡിയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇത്രയുള്ള ഗൈസ്, താങ്ക് യു.